അടുത്ത കേരള മുഖ്യമന്ത്രി ബി ജെ പിയുടെ മുതിർന്ന നേതാവ്. 2026 കേരളം ബി ജെ പി ഭരിക്കും. ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയപ്പെടുന്ന കുറച്ചുകൂടി യാന്ത്രികമായിട്ടുള്ളതാണ്. പല സംസ്ഥാനങ്ങളിലും അത് പ്രകടിപ്പിച്ച് വിജയിപ്പിച്ച തന്ത്രങ്ങൾ തന്നെയാണത്. അത് കേരളത്തിലും പ്രയോഗിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് പ്രായോഗികമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിയമസഭയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഇനിയും 4-5 മാസത്തിലധികമുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുന്ന പ്രചാരണ പരിപാടികളിലുമാണ്. പക്ഷെ എല്ലാ രാഷ്ട്രീയക്കാരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോപ്പുകൂട്ടുകയാണ്. ഈ ത്രിതല പഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പ് പോലും നടക്കാത്ത ഈ വേളയിൽ ഓരോ പാർട്ടിക്കാരും ഓരോ നേതാക്കന്മാരും അവരവരുടെ സീറ്റ് ഉറപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഏറ്റവും മുൻപിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ബി ജെ പിക്കാരാണ് എന്നുള്ളതാണ്. അതായത് അവർ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം കോൺഗ്രസിന്റെ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടപ്പോൾ അന്ന് തുടങ്ങിയ കണ്ണുകടിയാണ് ബി ജെ പിക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ പറയുന്ന നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഒന്ന് നിർണയിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തു കൊണ്ടുവരിക. ഈ മുൻകൂട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന പതിവ് ബി ജെ പിയിൽ ഇല്ലെങ്കിൽ കൂടിയും ഇക്കുറി ബി ജെ പിയിൽ മുന്നൊരുക്കങ്ങൾ നേരത്തെ നടക്കുകയാണ്. അതുകൊണ്ടാണ് നേമത്തെ താൻ മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് നമ്മൾ കേട്ടതാണ്. സംസ്ഥാനത്ത് നിയമസഭയിൽ ആദ്യമായിട്ട് ബി ജെ പി അക്കൗണ്ട് തുറന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്, നേമത്ത് എന്നായിരുന്നു. 2016 അന്നത്തെ മുതിർന്ന ബി ജെ പി നേതാവായിട്ടുള്ള ഒ രാജഗോപാൽ അദ്ദേഹം നേമത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നു. എന്നാൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സീറ്റ് തിരിച്ചു പിടിക്കുന്നു. കുമ്മനം രാജശേഖരനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് മത്സരിച്ചിരുന്നത്. LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വി ശിവൻകുട്ടിയാണ് 2021 നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ മന്ത്രിയായിട്ട്, വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് നിലനിൽക്കുന്നത്. ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ 38.24% വോട്ടുകൾക്കാണ് തോറ്റത്. ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ചുമതലയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നത് എന്നതാണ്. ഇതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെ എവിടെയാണ് മത്സരിപ്പിക്കേണ്ടത് എന്നുള്ളൊരു ധാരണയും ഇപ്പോൾ ഇതിനകത്ത് പാർട്ടിക്കകത്ത് ഉരുത്തിരിച്ചിട്ടുണ്ട്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്ക് മത്സരിക്കുവാനുള്ള സീറ്റുകൾ കൂടി ലക്ഷ്യമിട്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തന ചുമതല നേതാക്കൾക്ക് ബി ജെ പി വീതിച്ച് നൽകിയിരുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രവർത്തനത്തിന്റെ ചുമതല മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോർപ്പറേഷനിൽ ബി ജെ പി വലിയ പ്രതീക്ഷയിലാണ് മത്സരിക്കുന്നതും. കഴക്കൂട്ടത്ത് ഇനി ഈ വരുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ സാധ്യതകൾ വലുതാണ് എന്നാണ് പറയുന്നത്. കഴക്കൂട്ടത്താണെങ്കിലും തിരുവനന്തപുരത്തിന്റെ ചില മേഖലകളിലാണെങ്കിലും തിരുവനന്തപുരത്തിന് പുറത്ത് പാറശാല, നെയ്യാറ്റിങ്കര ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിലും ഒക്കെ ബി ജെ പി കുറച്ചുകൂടി ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് മത്സരിക്കുവാൻ വി മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവിടെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് തന്നെ അദ്ദേഹം വീടൊക്കെ എടുത്തിവിടെ തന്നെ പ്രവർത്തന മേഖലയൊക്കെ കഴക്കൂട്ടമാക്കി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ വി മുരളീധരൻ. കുമ്മനം രാജശേഖരന് ചിലപ്പോൾ ചെങ്ങന്നൂർ സീറ്റ് കൊടുത്തേക്കാം. മാവേലിക്കര നഗരസഭകളുടെ ചുമതലയാണ് ഈ ചെങ്ങന്നൂർ സീറ്റ് വരുന്നത്. അപ്പോൾ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലമാണ് പരിഗണനയിൽ കുമ്മനം രാജശേഖരന് നൽകാൻ പോകുന്നത്. കാട്ടാക്കടയിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത് ആരായിരിക്കും? PK കൃഷ്ണദാസിന് കാട്ടാക്കട നിയമസഭാ മണ്ഡലം കൊടുക്കും. പന്തളം നഗരസഭയുമാണ് തദ്ദേശ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്നത് PK കൃഷ്ണദാസ് എങ്കിൽ കൂടിയും കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലേക്ക് താമരയാടത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യതയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ ചുമതല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കാണ്. കോർപ്പറേഷനിലെ 10 വാർഡുകളുടെ ചുമതല പത്മജ വേണുഗോപാലിന് നൽകിയിട്ടുണ്ട്. തൃശൂർ സീറ്റിൽ പത്മജ മത്സരിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടാതെ ശോഭാ സുരേന്ദ്രൻ കായംകുളം സീറ്റിൽ മത്സരിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ കണ്ണൂരിൽ മത്സരിക്കുവാൻ സാധ്യതയുള്ളത് AP അബ്ദുള്ള കുട്ടിയാണ്. PC ജോർജിന് പൂഞ്ഞാർ നൽകിയേക്കും. കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയാണ് PC ജോർജ് ഈ സീറ്റുകളിൽ മത്സരിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കേക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ പാലയിൽ മത്സരിക്കുവാൻ സാധ്യതയുള്ള ഷോൺ ജോർജിന് നഗരസഭയുടെയും മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചുമതലയാണ് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വഹിക്കുന്നത്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് മത്സരിക്കുമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു.
നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ലോക്സഭാ കാലഘട്ടത്തിൽ UDFന്റെ വല്ലാത്ത ഒരു സുനാമിയായിരുന്നു ഇവിടെ നടന്നത്. 111 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF ഭൂരിപക്ഷം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 18 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDFന് മേൽക്കൈ നേടാനായിരുന്നത്. അതേസമയം കേരളത്തിൽ ആദ്യമായിട്ട് ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്ത BJP 11 നിയമസഭാ മണ്ഡലങ്ങളാണ്, അവിടങ്ങളിലാണ് ഒന്നാമതായി എത്തിയത് എന്നതാണ്. 11 നിയമസഭാ സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്ത് എത്തിയതിന് പുറമെ തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്താനുമായി BJPക്ക് എന്നതാണ്. അങ്ങനെ BJP ഒന്നാമതെത്തിയ 11 മണ്ഡലങ്ങളും LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? ഇതിൽ മന്ത്രിമാരായിട്ടുള്ള K രാജന്റെ ഉല്ലൂരുണ്ടാവും, V ശിവൻകുട്ടിയുടെ നിയമമുണ്ട്, R ബിന്ദുവിന്റെ ഇരിഞ്ഞാലക്കുടയുണ്ട്. ഇവയൊക്കെ ഇടതുപക്ഷത്തെ ഞെട്ടിച്ചിരുന്ന കാരണങ്ങളാണ്. ഈ മേഖലകളിലൊക്കെ BJPയുടെ കടന്നുകയറ്റം വളരെ വലുതായിരുന്നു. എന്നാൽ CPMും കോൺഗ്രസും നമുക്കറിയാമല്ലോ, ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുന്നതിൽ ആദ്യം നിൽക്കുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി അല്ലെങ്കിൽ ഇന്ന സ്ഥാനാർത്ഥികളെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാം എന്ന് കരുതിയിരിക്കുന്നത് BJPയാണ്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ നേമത്തും കഴക്കൂട്ടത്ത് V മുരളീധരനും കുമ്മനത്തിനെ ചെങ്ങന്നൂരിലും ഒക്കെ നിർത്തി മത്സരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലും കൂടാതെ ശോഭാ സുരേന്ദ്രന്റെ കായംകുളത്തും ഒക്കെ വീണ്ടും മത്സരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് തന്നെ സീറ്റുറപ്പിക്കൽ കർമ്മം നടക്കുന്നു. ഈ സീറ്റുറപ്പിക്കലിന്റെ ഭാഗമായിട്ട് പക്ഷേ CPMും കോൺഗ്രസും ഒക്കെ ഉണ്ടല്ലോ നിന്ന് താളം തുള്ളുകയാണ്. കാരണം ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്ന് അതിന്റെ ഒരു റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അവർ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനുള്ള ആൾക്കാരെ തപ്പു. പക്ഷെ അതിനു മുമ്പ് ഇവിടെ CPMും കോൺഗ്രസും ചില്ലറ പ്രതിസന്ധികളാണെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മറയാക്കിക്കൊണ്ട് ഓരോ നേതാക്കളും അവരവരുടെ സീറ്റ് ഉറപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഇപ്പൊ നമുക്കറിയാം K മുരളീധരൻ കോൺഗ്രസ്സുകാരൻ, പ്രശാന്ത്, V ജോയ് അവരൊക്കെ CPMുകാരാണ്. VS ശിവകുമാർ, A വിൻസെന്റ്, അടൂർ പ്രകാശ് തുടങ്ങിയ നിരവധി നേതാക്കൾ നെട്ടോട്ടമോടുകയാണ്. അതായത് ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള സീറ്റ് ഉറപ്പിക്കുവാനുള്ള നെട്ടോട്ടമാണ് ഈ പറയുന്ന നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ K മുരളീധരൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേതൃത്വം നൽകി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ മറ്റ് സ്ഥാനാർത്ഥികളോടൊപ്പം സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്? വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് മത്സരിക്കുവാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കുവാൻ. ഇതുപോലെ തന്നെയാണ് പ്രശാന്ത്. എന്തുകൊണ്ടാണ് പ്രശാന്ത് എല്ലാ മേഖലകളിലേക്കും നുഴഞ്ഞേറ്റാണ്? പിന്നെ വേറെ കാര്യം, CPMന്റെ പാർട്ടി പ്രവർത്തകർ എല്ലായിടത്തും എത്തും എന്നുള്ളതിന് വേറെ സംശയമൊന്നുമില്ല. പക്ഷെ അതേസമയം അദ്ദേഹത്തിന്റെ ലക്ഷ്യം മൂന്നാമതൊരിക്കൽ കൂടി ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇത്രത്തോളം ഇദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കും. അതുപോലെ തന്നെയാണ് ജോയി ആണെങ്കിലും, BS ശിവകുമാർ ആണെങ്കിലും, A വിൻസെന്റ് ആണെങ്കിലും, അടൂർ പ്രകാശ് ആണെങ്കിലും ഇവർക്കെല്ലാവർക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കണം, എന്നിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തണമെന്ന് വിചാരിക്കുന്ന, ചിന്തിക്കുന്ന ഒട്ടനവധി കോൺഗ്രസുകാരും CPMുകാരുമുണ്ട്. പക്ഷെ അതിനേക്കാളിലേറെ മുകളിലാണ് BJP പല തന്ത്രങ്ങളും പയറ്റും. ബീഹാറിൽ നടത്തിയ തന്ത്രം പോലെ, ത്രിപുരയിൽ നടത്തിയ തന്ത്രം പോലെ, ഗോവയിൽ നടത്തുന്ന തന്ത്രം പോലെ ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുവാൻ BJPക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP കേരളത്തിൽ 2026 ഭരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ BJP ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെയും അതിനകത്ത് V മുരളീധരനെ പോലുള്ള വളരെ പരിണതപ്രജ്ഞരായ നേതാക്കന്മാരുണ്ട്. അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി കസേരയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ എത്രത്തോളം അദ്ദേഹം അതിനകത്ത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ ലോ പ്രൊഫൈലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന കുറച്ചുകൂടി അധികാരങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. മാത്രമല്ല വളരെ ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞതാണ്. അതിലേക്കൊക്കെ എത്തുമെന്നാണ്, അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി കസേരയിലേക്ക് BJPയുടെ നേതാക്കൾ എത്തുമെന്നാണ് BJP പറയുന്നത്. അതുപോലെ തന്നെ കേരളം ഭരിക്കാൻ പോകുന്നത് അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPയാണ് എന്ന് തന്നെയാണ് BJPയുടെയും ഒപ്പം RSSന്റെയും ആത്മവിശ്വാസം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച